ആകെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ദേശീയപാതയോരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരായ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ വിയോജിപ്പ് അറിയിക്കാൻ കേരളം തീരുമാനിച്ചിട്ടുണ്ട്. അതീവ ഗൌരവതരമായ വിഷയമെന്നാണ് മന്ത്രി പി കെ ബഷീറിന്റെ പ്രതികരണം. ഉത്തരവ് നടപ്പിലായാൽ ദേശീയപാതയ്ക്കടുത്ത് ആർക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാകും. നാളെ മുഖ്യമന്ത്രിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നും മന്ത്രി പറഞ്ഞു. പ്രതികരണം കേൾക്കാം. അതിഗൗരവമാണത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ആർക്കും ചുറ്റുപാടിൽ ജീവിക്കാൻ കഴിയില്ല, അത്തരം സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ഒരു ദുരന്തം വടക്കേ ഇന്ത്യൻ ഭാഗങ്ങളിൽ ഉണ്ടായപ്പോൾ അതിന് സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തതാണെന്നാണ് മനസ്സിലാകുന്നത്. അതിനെ വിശദവിവരത്തിന് വേണ്ടി ബന്ധപ്പെട്ട് നമ്മൾ സുപ്രീം കോടതിയിലെ അഭിഭാഷകരുമായി ബന്ധപ്പെടുന്നുണ്ട്. നാളെ CM-ഉമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കേരളം അതിനെ ശക്തമായിട്ട് നമ്മുടെ വിയോജിപ്പ് സുപ്രീം കോടതിയിൽ അറിയിക്കും. നമ്മൾ സുപ്രീം കോടതിയിൽ ആര് കക്ഷി ചേരണം, NH മുഖാന്തരം പോകണോ, സംസ്ഥാന സർക്കാർ നേരിട്ട് പോകണോ, എല്ലാ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നാളെ ചർച്ച ചെയ്യും. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം മുബഷീർ, ഈ മന്ത്രി പി കെ ബഷീറിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് ആദ്യം പോകാം. മന്ത്രി എന്താണോ അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രതിസന്ധി അത് മനസ്സിലാക്കിയുള്ള പ്രതികരണമാണ് നടത്തുന്നത്. 35 മീറ്റർ ദൂരം കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഈ പാവയ്ക്ക മുറിച്ചതുപോലെ ഒരു ഭൂപ്രകൃതിയാണ്. ആകെ ഇത്രയേ ഉള്ളൂ. അതിനിടയിലൂടെ ദേശീയപാത കടന്നു പോകാനുള്ള സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ തന്നെ നമ്മൾ പതിറ്റാണ്ടുകൾ എടുത്തു. അപ്പോഴാണ് ഇനി അതിനപ്പുറത്തും ഇപ്പുറത്തും 35 മീറ്റർ എന്ന് പറയുന്നിടത്ത് നിർമ്മാണ പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടി പോകും മുബഷീർ. അത് തിരിച്ചറിയുന്ന പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായും അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജനപക്ഷത്ത് നിൽക്കുന്നൊരു അഭിപ്രായം, പ്രതികരണം തന്നെയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പി കെ ബഷീർ നടത്തിയിരിക്കുന്നത്. നാളെ മുഖ്യമന്ത്രി VD സതീശനുമായിട്ട് നിർണായക കൂടിക്കാഴ്ച നടത്താൻ പോകുന്നതിന് മുൻപായിട്ടാണ് ഇക്കാര്യത്തിൽ കേരളം എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് വളരെ സുപ്രധാനപ്പെട്ട പ്രതികരണം ഇന്നിപ്പോൾ റിപ്പോർട്ടർ TVയോട് മന്ത്രി നടത്തിയിരിക്കുന്നത്. കേരളം ഈ തീരുമാനത്തെ, സുപ്രീം കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പോകില്ല. സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ നിലപാട് എന്ന നിലയിൽ വിയോജിപ്പ് ശക്തമായി രേഖപ്പെടുത്തും. അക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികൾ വഴിയോ സുപ്രീം കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്ന കാര്യത്തിൽ നാളെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവെന്ന് പറയുന്നത് രാജ്യത്തെ ഒരു മേഖലയിൽ സംഭവിച്ച അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. സ്വമേധയാ കേസെടുത്തിരിക്കുന്ന സുപ്രീം കോടതിയുടെ നടപടി എങ്ങനെയാണ് കേരളത്തിൽ ബാധകമാകുക? മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കാലം അത്രയും നിരവധി പ്രതിഷേധ സമരങ്ങൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. നിർമ്മാണം നടക്കുന്നതിന് മുൻപ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധ സമരങ്ങളായിരുന്നു കണ്ടിരുന്നത്. പിന്നീട് ഈ പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാര തുക ഉൾപ്പെടെ ലഭിച്ച ഒരു സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ നാടിന്റെ ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരും കൈകോർത്തതോടുകൂടിയായിരുന്നു ദേശീയപാതയുടെ നിർമ്മാണം തന്നെ ഏറെക്കുറെ വടക്കൻ കേരളത്തിൽ പൂർത്തിയായിരുന്നത്. ഇപ്പോൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലേക്ക് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന വേളയിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും നിലവിൽ ഭൂമി വിട്ടുകൊടുത്ത ആളുകളെയും അവിടെ താമസിക്കുന്ന ആളുകളെയും ബാധിക്കും. ഈ ദൂരപരിധി എന്ന് പറയുന്നത് കേവലം തൊട്ടടുത്തുള്ള വീടുകൾ മാത്രമല്ലെന്ന് ഓർക്കണം. അതും അതായത് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ഈ ദേശീയപാത കടന്നു പോകുന്ന മേഖലയ്ക്ക് തൊട്ടടുത്തായി തീരദേശ മേഖലകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങളെ ഉൾപ്പെടെ ഇത് കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് ഈ വിധി വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതിന് ചുറ്റുപാടും ജീവിക്കുന്ന ജനങ്ങളെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു തീരുമാനമായിരിക്കും. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതിനെതിരെ സുപ്രീം കോടതിയെ തന്നെ സമീപിക്കും. അവിടെ വെച്ച് കേരളത്തിന്റെ വിയോജിപ്പ് ശക്തമായി രേഖപ്പെടുത്തും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ സമാന്തരമായിട്ട് ഒരു ഭാഗത്ത് ഇക്കാര്യത്തിൽ പോലീസ് ഒരു സത്യവാങ്മൂലം നൽകി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചർച്ചകളായിരിക്കും വരും ദിവസങ്ങളിൽ സംഭവിക്കുക. പക്ഷേ മറുഭാഗത്ത് പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇക്കാര്യത്തിൽ കൃത്യമായുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് വേണം പി കെ ബഷീറിന്റെ പ്രതികരണത്തിലൂടെ വായിച്ചെടുക്കാൻ. വിശേഷം കഴിഞ്ഞ കാലങ്ങളിൽ UDF പ്രതിപക്ഷത്തായിരുന്നെങ്കിലും ദേശീയപാതയുടെ നിർമ്മാണത്തിന് വേണ്ടി നടന്ന പ്രതിഷേധ സമരങ്ങളെ UDF കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഭരണകക്ഷി എന്ന നിലയിൽ ഈ ഉത്തരവ് നടപ്പിലാക്കുകയാണെങ്കിൽ സമാനമായ രീതിയിലുള്ള വലിയ പ്രതിഷേധ സമരങ്ങൾക്ക് ഈ പറയപ്പെടുന്ന മേഖലകളൊക്കെ തന്നെ സാക്ഷ്യം വഹിക്കുമെന്നുള്ള വളരെ കൃത്യമായിട്ട് സർക്കാരിന് അറിയാം. അതുൾപ്പെടെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നീക്കം തന്നെയാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം അത് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവും സർക്കാരിനുണ്ട് എന്ന് വേണം കരുതാൻ. എന്തായാലും ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ തന്നെ നിലപാട് അറിയിക്കാൻ പോകുന്നു. നാളെ ഏറ്റവും നിർണായകമായിട്ടുള്ള യോഗം മുഖ്യമന്ത്രി VD സതീശനുമായിട്ട് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നടത്താൻ പോകുന്നു. അതിനുശേഷമായിരിക്കും ഏത് രീതിയിലായിരിക്കും ഈ ഒരു വിഷയത്തിൽ ഇത് നേരിടാൻ പോകുക എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് 35 മീറ്റർ വീതം അപ്പുറത്തും ഇപ്പുറത്തും ദേശീയപാതയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഈ നിർമ്മാണ നിരോധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ഒക്കെ ആയിരിക്കും കേരളത്തിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുക.